അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ വികസനം വിഴിഞ്ഞം തുറമുഖം എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയുടെ ഉദ്ഘാടനം ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ചെയർമാനും ജനം ടിവി എംഡിയുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായർ നിർവഹിച്ച ശേഷം സംസാരിക്കുന്നു. തത്സമയത്തിലേക്ക് പറ്റിക്കുന്ന രീതിയിലൊക്കെ പ്രസംഗിച്ച് നിലവിളി ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തു. പക്ഷെ ഇന്ന് അതൊരു വേറെ രീതിയിൽ മാറ്റിയെടുക്കുവാൻ സാധിച്ചു. അത് ലീല ഹോട്ടലിൽ വന്ന് എൻ്റെ വാക്കിയിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനന്തപുരിയിൽ പത്മനാഭന്റെ മണ്ണിൽ എനിക്കൊരു ഹോട്ടൽ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം എനിക്ക് ഒരുപാട് ആദരവ് കിട്ടും. അത് പ്രതീക്ഷിച്ചായിട്ടാണ് വന്നത്. അദ്ദേഹം വന്ന് ഒരു ദിവസം രാത്രി 2 മണിക്ക് എന്നെ ഫോണിൽ വിളിക്കുന്നു. പിന്നെ RS ഉറങ്ങിയോ? നമുക്ക് 2 മണിയായി. ഞാൻ കേട്ടു, അങ്കിളിന് 2 മണിയായി, എങ്ങനെ ഇപ്പം വിളിക്കുന്നത്? അങ്കിൾ ഉറങ്ങിയില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കാണ്, തന്റെ നാട്ടിൽ വന്ന് എനിക്ക് എങ്ങനെ ഉറങ്ങാൻ സാധിക്കുള്ളൂ? എന്റെ ഉറക്കമില്ല, ഇല്ലാതായി തന്റെ നാട്ടിൽ വന്ന്. തന്റെ നാടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ നാടല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ നാട് കണ്ണൂരാണ്. കണ്ണൂരാണ് കേരളത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലം, മനസമാധാനം ഇല്ലാത്ത സ്ഥലമാണ് എല്ലാവരും പറയുന്നത്. ഞാനും വിശ്വസിച്ചത് എന്നുവെച്ചാൽ അനന്തപുരി അതിനപ്പുറമാണെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. ഞാൻ മൊബൈൽ എത്ര തെങ്ങാണ് ആ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് തനിക്കറിയില്ലേ പറഞ്ഞു. അതേ തീർച്ചയായും നിങ്ങളുടെ നാട്ടിൽ വന്ന് ഞാനൊരു തെങ്ങ് മോഷണ കേസിൽ കള്ളനാക്കി എന്നെ കേസെടുത്തു. സാധാരണ ലോക്കൽ പോലീസിൽ തെങ്ങ് കള്ളൻ എന്നുള്ളൊരു ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടി. ഇതിലേക്കാണോ ഞാൻ അവിടെ അനന്തപുരിക്ക് വന്നത്? എന്നിട്ട് എന്നോട് കേട്ട്, താൻ എങ്ങനെയാണ് ഇതൊക്കെ ഫേസ് ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞ, എങ്കിൽ കുറെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. ഞാൻ ഇതെല്ലാം പ്രോബ്ലം ഒക്കെ വരുമെന്നുള്ള തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ നടന്നത്. ഇത് നടന്നതാണ്. അദ്ദേഹം മരിക്കുന്ന സമയം വരെ അദ്ദേഹത്തിന്റെ പ്രയാസമായിരുന്നു. ഞാൻ കോവളത്തൊരു ഹോട്ടലെടുത്തു. അവിടെ ആ മലയാളികൾ കൂടെ തെങ്ങ് മോഷണ കേസിൽ എന്നെ പ്രതിയാക്കി.